പുൽക്കൂട് ക്രൈസ്തവരുടെ ക്രിസ്മസ് ആഘോഷങ്ങളിലെ പ്രധാന പ്രതീകങ്ങളിലൊന്നാണ്. ഇത് യേശുവിൻ്റെ ജനനത്തിൻ്റെ അത്ഭുതമായ സംഭവം ഓർമ്മിപ്പിക്കുന്നതാണ്. ലൂക്കാ സുവിശേഷകൻ പറയുന്നത് പോലെ അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചിരുന്നില്ല. ഈ വാക്യം പുൽക്കൂട്ടിലെ പിറവിയുടെ അടിസ്ഥാനമാണ്. പുൽക്കൂട് ലാളിത്യത്തെയും വിനയത്തെയും പ്രതിഫലിപ്പിക്കുന്നു. മഹത്വവും സമ്പത്തും നിറഞ്ഞ ലോകത്തിൽ ദൈവപുത്രൻ ഒരു പുൽക്കൂട്ടിൽ ജനിച്ചത് മനുഷ്യരെ വിനയത്തിലും പരസ്പര സ്നേഹത്തിലും വിളിക്കുന്നു. പുൽക്കൂട്ടിൽ കാണുന്ന ഓരോ ഘടകത്തിനും ഒരു ആത്മീയ അർത്ഥമുണ്ട്. ഉണ്ണിയേശു ദൈവസ്നേഹത്തിന്റെ പ്രതീകമാണ്. മറിയം വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും മാതൃകയാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവ് വിശ്വാസത്തിന്റെയും അനുസരണത്തിന്റെയും പ്രതീകമാണ്. ഇടയന്മാർ സാധാരണ മനുഷ്യരുടെ പ്രതിനിധികളാണ്. ദൈവമഹത്വം കാണുവാൻ ആദ്യം വിളിക്കപ്പെട്ടവരാണിവർ. ബൈബിളിൽ എഴുതിയിരിക്കുന്നു, ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു. ഈ സന്ദേശമാണ് പുൽക്കൂട് നമുക്ക് നൽകുന്നത്. ദൈവ മനുഷ്യനായി നമ്മുടെ ഇടയിൽ വന്നു. പുൽക്കൂട് ഉണ്ടാക്കുന്നത് വെറും ഒരു അലങ്കാരമല്ല, മറിച്ച് അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. അതുപോലെ തന്നെ ഈശോ നമ്മോട് കാണിച്ച വലിയ സ്നേഹത്തിന്റെയും കരുണയുടെയും എളിമയുടെയും പ്രതീകം കൂടിയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോ പ്രാവശ്യവും പുൽക്കൂട് ഉണ്ടാക്കുമ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കുക, ഞാനും പരസ്പര സ്നേഹത്തിലും എളിമയിലും വളരണമെന്ന്. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ണീശോയോട് പ്രാർത്ഥിക്കാം. ഞാൻ എന്ന ഭാവം വെടിഞ്ഞ് എളിമയിലും പരസ്പര സ്നേഹത്തിലും വളരാൻ വേണ്ട കൃപ ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.